ഹലോ. ഇന്ന് 34 ഡിഗ്രി ചൂടാകട്ടോ പുറത്ത്. റൂമിൽ ഇരുന്നിട്ട് പോലും നമുക്ക് അതുപോലെ ചൂടാണ്. ഫാൻ ഇട്ടുകൊണ്ടിരുന്നിട്ടും ചൂടാണ്. യു കെയിലൊക്കെ ഇത്രയും ചൂടോ എന്ന് തോന്നും കേട്ടോ. ഇന്ന് ഭയങ്കര ചൂടാണ്. പുറത്തോട്ട് നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവിടെ പൂക്കൾ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നു. തൊട്ടടുത്ത് എയർപോർട്ടായ കാരണം അവിടെ നിന്ന് ഫ്ലൈറ്റിൻ്റെ സൗണ്ട് ഇതെല്ലാം ഇങ്ങനെ കേൾക്കാം. നമുക്കിത് കേട്ടുകൊണ്ട് നിൽക്കാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ. പുറത്തിറങ്ങിയ ചൂടാണ്, അതേ ഉള്ളൂ. അതെ, ഓരോ ദിവസവും ഓരോ ദിവസം എങ്ങനെ കടന്നു പോകുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് തന്നെ അറിയത്തില്ല. ദേ വരുന്നു, ദേ പോകുന്നു എന്നും പറഞ്ഞിട്ട് വരുന്ന പോലെ ഇരിക്കും. ദിവസങ്ങൾ ഇങ്ങനെ അങ്ങ് ഓടി മറിഞ്ഞുകൊണ്ടിരിക്കുവാണേ. എവിടെയോ സമയം കിട്ടുന്നില്ല, എന്തിനും സമയം കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ചെറുപ്പകാലത്തൊക്കെ നമുക്ക് സമയമായിരുന്നു ഇഷ്ടം പോലെ സമയം. സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, പശുവിന് പുല്ല് പറിക്കാൻ പോകുന്നു, റബ്ബർ ഷീറ്റ് അടിക്കാൻ പോകുന്നു, ഇങ്ങനെ പിന്നെ സന്ധ്യയാകുമ്പം പിന്നെ നമ്മൾ പാട്ടുപാടി പ്രാർത്ഥിച്ച് പഠിക്കാനിരിക്കുന്നു. അങ്ങനെ നടന്നിരുന്ന ഒരു കാലം. നമുക്ക് ഇഷ്ടം പോലെ സമയമാണ്. അകത്തന്നേരം നമുക്ക് ഫോണില്ല, ടി വി ഇല്ല. പുറത്തിറങ്ങി കുട്ടികളോടുകൂടി നമ്മുടെ കൂട്ടുകാരോടുകൂടി കളിക്കല്ലേ, കുട്ടിയും കോലും കളി, കല്ലുകൊത്ത് കളി, ഇങ്ങനെയൊക്കെ അല്ലായിരുന്നോ. ഇപ്പം പക്ഷേ അതിനൊന്നും നമുക്ക് നേരമില്ല. നമ്മുടെ കുട്ടികൾക്ക് ഒട്ടും നേരമില്ല. ഇപ്പം നാട്ടിൽ ചെന്നാലും കുട്ടികൾക്ക് നേരമില്ല കേട്ടോ. അവരും ഇതുപോലെ ഫോണും കമ്പ്യൂട്ടറും. പിന്നെ 1ാം ക്ലാസ് മുതലേ ട്യൂഷന്. എവിടെ പോയി കൊച്ചെവിടെ പോയി? ആ ട്യൂഷന് പോയി. ഇതാണ് പഠിച്ചു എന്നൊക്കെയുള്ള ഒരു മനോഭാവമായി ഇപ്പം എല്ലാവർക്കും. എനിവേ, ഇന്ന് ഈ ചൂടാണെന്നുണ്ടെങ്കിലും പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്കുള്ള ഒരു സന്തോഷം കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നോക്കിയാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൻ്റെ ഭിത്തിയിലൊക്കെ ഇടയ്ക്ക് ഓരോ കുഞ്ഞു കിഴുത്തുകളൊക്കെ ഉണ്ട്. അവിടെ എല്ലാം ഓരോ കൊച്ചു കിളിക്കുഞ്ഞുങ്ങൾ വന്നിരിക്കുന്നു. അതിനെ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നത് കാണാനും രസമാട്ടോ. എനിക്ക് അങ്ങോട്ട് പടം എടുക്കാൻ പറ്റത്തില്ല, കാരണം അവിടെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയും ഞാൻ അവരുടെ ഫോട്ടോ എടുക്കുക എന്ന് പറയും. അതുകൊണ്ട് എനിക്കതും പറ്റുന്നില്ല. എന്നാലും ഈ ചൂടിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടാൽ ഒത്തിരിയൊന്നും പുറത്തോട്ടിറങ്ങി നടക്കരുത് കേട്ടോ. അകത്തൊക്കെ ഇരുന്ന് ഭംഗിയൊക്കെ ആസ്വദിക്കുക. പിന്നെ ജോലിയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിലാകുമ്പോൾ പിന്നെ AC ഒക്കെ കാര്യങ്ങളുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. കിട്ടുന്ന ചൂടൊക്കെ ആസ്വദിക്കാൻ ശ്രമിക്കുക. പക്ഷേങ്കിൽ ഇത്രയും ചൂടുള്ളപ്പം പുറത്തോട്ട് പോയി ആസ്വദിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഓക്കെ, നടക്കട്ടെ. ബൈ.